വാർത്താമഴ വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. ബി.ജെ.പി. കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ച വിവാദത്തിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന ആരോപിച്ച് LDF കൺവീനർ ഇ.പി. ജയരാജൻ. ജാവ്ദേക്കറും ടി.ജി. നന്ദകുമാറും യാദൃശ്ചികമായാണ് മകന്റെ വീട്ടിലെത്തിയത്. അതിന്റെ പേരിൽ തന്നെ വ്യക്തിഹത്യ ചെയ്യാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് ഇ.പി. ജയരാജൻ 24-നോട് പറഞ്ഞു. നാളെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുമോ എന്ന ചോദ്യം അപ്രസക്തമാണെന്നും ഇ.പി. ജയരാജൻ വ്യക്തമാക്കി. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ച വിവാദത്തിന് പിന്നിൽ ആസൂത്രിത ഗൂഢാലോചന ആരോപിക്കുന്നു LDF കൺവീനർ ഇ.പി. ജയരാജൻ. തന്നെ RSS 3 തവണ കൊലപ്പെടുത്താൻ ശ്രമിച്ചു. അങ്ങനൊരാൾ BJP-യിൽ പോകുമെന്ന് എങ്ങനെ വാർത്ത നൽകും? ശോഭാ സുരേന്ദ്രനുമായി ഒരു പരിചയവുമില്ല. ടി.ജി. നന്ദകുമാറിനെ ഒരു യാത്രക്കിടയിലാണ് പരിചയപ്പെട്ടത്. അതിനപ്പുറം നന്ദകുമാറുമായി യാതൊരു ബന്ധവുമില്ലെന്നും 24 അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ ഇ.പി. ജയരാജൻ വ്യക്തമാക്കി. ഈ ദല്ലാളിനെ തന്നെ ചില യാത്രാഘട്ടങ്ങളിലാണ് കാണുകയും അപ്പോൾ പുള്ളി വന്ന് പരിചയപ്പെടുകയൊക്കെ ചെയ്യുന്ന ഒരു ശീലക്കാരനാണ്. പല കേസിൽ ഇയാൾ ഇടപെടുത്തേണ്ട കാര്യം എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പിന്നീട് വളരെ വളരെ അകന്ന് പോയിട്ടുള്ള ഒരാളാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു ഇതുണ്ടാക്കിയത്. അതെനിക്ക് തോന്നുന്ന ബോധപൂർവം തന്നെ ഉണ്ടാക്കിയതാണ്. ആ ബോധപൂർവം ഉണ്ടാക്കിയതിൻ്റെ പിന്നിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, സുധാകരനുണ്ട്, ശോഭാ സുരേന്ദ്രനുണ്ട്, ദല്ലാളുണ്ട്, അതുപോലെ ചില പ്രധാനപ്പെട്ട മാധ്യമക്കാരുണ്ട്. ഇത് ഓർഗനൈസ് ചെയ്തിട്ടുള്ളതാണ്. എന്നെ തന്നെ 3 പ്രാവശ്യം RSSകാർ കൊല്ലാൻ വേണ്ടി പോകുമ്പോൾ ശോഭാ സുരേന്ദ്രൻ്റെ നിലവാരത്തിലേക്ക് എനിക്ക് താഴാൻ പറ്റും. ഞാൻ അവരുമായിട്ട് സംസാരിക്കുകയോ പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. തന്നെ വ്യക്തിഹത്യ ചെയ്യാനുള്ള ശ്രമമാണ് നടക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പാപി പരാമർശം പൊതുസമൂഹത്തിനുള്ള സന്ദേശം. അതൊരു പൊതുസമൂഹത്തിനോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ചൂണ്ടുപലകയാണ്, ഒരു സന്ദേശമാണത്. അത് ഞാൻ മാത്രമല്ല, എല്ലാ മാധ്യമക്കാരും അത് പാഠമാക്കണം. അതുകൊണ്ട് അവരും നശിക്കരുത്, ആരും നശിക്കരുത് എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഒരു മഹത്തായ സന്ദേശമാണ് അദ്ദേഹം ആ വാക്കുകളിലൂടെ കൊടുത്തത്. തെരഞ്ഞെടുപ്പ് ദിനത്തിൽ പ്രതികരിച്ചത് ആരോപണം സത്യമെന്ന് ആളുകൾ കരുതുന്ന സാഹചര്യം ഒഴിവാക്കാൻ. അപ്പോൾ ഞാനത് പറഞ്ഞില്ലെങ്കിലോ, അവരുടെ അന്നത്തെ ഫ്ലാഷ് ഇത് ഇ.പി. പറഞ്ഞില്ല, മറുപടി പറയാതെ മാറിയുന്നു. അപ്പോൾ ഇത് ശരിയാണ്, അപ്പോൾ ചർച്ച നടത്തിയിട്ടുണ്ട്. പിന്നെ അവർക്ക് തോന്നുന്ന വാക്കുകളിലൂടെ ആ വാർത്തയാക്കിയിട്ട് കൊടുക്കും. അതിനേക്കാളും നല്ലത് എൻ്റെ ഉള്ള അനുഭവം പറയുന്നില്ലേ. നാളത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുമോ എന്ന ചോദ്യം അപ്രസക്തമെന്നും ഇ.പി. ജയരാജൻ പ്രതികരിച്ചു. 24 കണ്ണൂർ. ഇ.പി. ജയരാജൻ പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ചയിൽ CPIക്ക് കടുത്ത അതൃപ്തി. ഇ.പിയുടെ തുറന്നു പറച്ചിൽ ഇടതുമുന്നണിയുടെ വിശ്വാസ്യതയെ ബാധിച്ചു. ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് ഇ.പി. ജയരാജൻ തുടരുന്നതിലും CPIക്ക് എതിർപ്പുണ്ട്. നാളെ ചേരുന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിവാദം ചർച്ചയാകും. വിവാദത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചില്ല. BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ച ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിവസം തുറന്നു സമ്മതിച്ച ഇ.പി. ജയരാജന്റെ നടപടി CPMന്റെ ആഭ്യന്തര പ്രശ്നം മാത്രമല്ലെന്നാണ് CPIയുടെ നിലപാട്. LDF കൺവീനർ കൂടിയായ ഇ.പി. ജയരാജൻ BJP നേതാവുമായി കൂടിക്കാഴ്ച നടത്തുകയും പിന്നീടത് തുറന്നു സമ്മതിക്കുകയും ചെയ്തത് ഇടതുമുന്നണിയുടെ വിശ്വാസ്യതയെ ബാധിച്ചു. കോൺഗ്രസ് നേതാക്കൾ BJPയിൽ പോകുന്നത് രാഷ്ട്രീയ പ്രചരണമാക്കുന്നതിനിടെ ഇടതുമുന്നണി കൺവീനർ തന്നെ ഇത്തരത്തിൽ സംഘപരിവാർ നേതാക്കളുമായി ചർച്ച നടത്തിയത് രാഷ്ട്രീയ ഞെട്ടൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇ.പി. ജയരാജൻ കൺവീനർ സ്ഥാനത്ത് തുടരുന്നതിലും CPIക്ക് അതൃപ്തിയുണ്ട്. എന്നാൽ CPMനോട് CPI ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല. ഇ.പിക്കെതിരെ ഉചിതമായ നടപടി CPM എടുക്കുമെന്ന വിശ്വാസത്തിലാണ് CPI. CPI എമ്മിനെ പോലെ പാർട്ടിയെ പറ്റി CPIക്ക് വ്യക്തമായ ധാരണയുണ്ട്. ഇത്തരത്തിൽ വിഷയം വന്നാൽ അത് കൈകാര്യം ചെയ്യാനും ആവശ്യമെങ്കിൽ തിരുത്താനുമുള്ള കെൽപ്പുള്ള പക്വതയുള്ള പാർട്ടിയാണ് CPI എം. CPIക്ക് ബോധ്യമുണ്ട്. ആ CPI എമ്മിനെ നടപടി കാണിക്കേണ്ട പാർട്ടിയായിട്ട് ഞങ്ങളെ കാണുന്നില്ല. ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ പറയേണ്ട ഗതിയിൽ ഉചിതമായി പറയും. നടപടിയെടുത്തില്ലെങ്കിൽ കൺവീനർ സ്ഥാനത്ത് ഇ.പി. ജയരാജനെ മാറ്റണമെന്നാവശ്യപ്പെട്ടുള്ള കത്ത് നൽകുന്നതടക്കം പാർട്ടിയുടെ പരിഗണനയിലുണ്ട്. അതേസമയം വിവാദത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചില്ല. നാളെ ചേരുന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിവാദം ചർച്ചയാകും. ഇ.പി. ജയരാജനെതിരെ കടുത്ത അതൃപ്തി CPMലെ ഭൂരിഭാഗം നേതാക്കൾക്കുമുണ്ട്. 24 തിരുവനന്തപുരം. വോട്ടെടുപ്പിന് ശേഷവും വടകരയിൽ സ്ഥാനാർത്ഥികളെ ചൊല്ലി സമൂഹമാധ്യമങ്ങളിൽ രാഷ്ട്രീയ പോര്. കെ ശൈലജയ്ക്കെതിരെ ദുഷ്പ്രചാരണം നടത്തിയിട്ട് ഷാഫി പറമ്പിൽ ഹരിചന്ദ്രൻ ചമയുകയാണെന്ന് CPM നേതാവ് P. ജയരാജൻ കുറ്റപ്പെടുത്തി. കെ ശൈലജയെ വർഗീയ ടീച്ചറമ്മയെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ അധിക്ഷേപിച്ചു. രാഷ്ട്രീയം പറഞ്ഞ് ജയിക്കാൻ കഴിയില്ലെന്ന് ഉറപ്പായതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെളിവാരിയെറിയുകയാണെന്ന് DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് തിരിച്ചടിച്ചു.
AV ജയശങ്കർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ജയശങ്കർ, വോട്ടെടുപ്പ് കഴിഞ്ഞിട്ടും തുടരുന്ന രാഷ്ട്രീയ പോര്, സമൂഹമാധ്യമങ്ങളിൽ നേതാക്കൾ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന കാഴ്ച. ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പോസ്റ്റ്, അതിനുള്ള സനോജിൻ്റെ മറുപടി, വിശദാംശങ്ങൾ എന്താണ് ജയശങ്കർ? റിജിത്ത്, വടകരയിലെ രാഷ്ട്രീയ പോര് അവസാനിച്ചിട്ടും രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ അവരുടെ നേതാക്കൾ തമ്മിലുള്ള പോര് അവസാനിക്കുന്നില്ല എന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. സമൂഹ മാധ്യമങ്ങളിലൂടെ മുതിർന്ന നേതാക്കളും ഒപ്പം യുവ നേതാക്കളും ഉൾപ്പെടെ ഏറ്റുമുട്ടുന്നു. ആദ്യം പോസ്റ്റുമായി എത്തിയത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ KK ശൈലജയെ പരിഹസിക്കുന്ന രീതിയിലാണ് പോസ്റ്റായി വന്നത്. അദ്ദേഹം PK ശശികലയുമായി താരതമ്യപ്പെടുത്തിയാണ് ശൈലജ ടീച്ചറെ പരിഹസിച്ചത്. തൊട്ടു പിന്നാലെ ഇതിന് വിമർശനവുമായി ഷാഫി പറമ്പിലിനെ കൂടി കുറ്റപ്പെടുത്തിക്കൊണ്ട് ജയരാജൻ രംഗത്തെത്തി. പിന്നാലെ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി സനോജും രാഹുലിന്റെ പോസ്റ്റിനെതിരെ രംഗത്തെത്തി. രാഷ്ട്രീയം പറഞ്ഞ് വടകരയിൽ ജയിക്കാൻ കഴിയാത്തത് കൊണ്ട് ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഉൾപ്പെടെയുള്ള ആളുകളെ വെച്ചുകൊണ്ട് ഇത്തരത്തിൽ ശൈല ടീച്ചറെ ആക്രമിക്കുന്നെന്നാണ് സനോജിന്റെ ഈ വിഷയത്തിലെ മറുപടി. എന്തായാലും ആരോഗ്യപരമായ പരിഹാസത്തിന് അപ്പുറത്തേക്ക് പലതും കിടക്കുന്നുവെന്നാണ് പല ആളുകളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നത്. എന്തായാലും ഇത് വരും ദിവസങ്ങളിലും തെരഞ്ഞെടുപ്പ് ഫലം വരുന്നത് വരെ തുടരാൻ തന്നെയാണ് സാധ്യത. രജിത്ത്. ശരി, AV ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് വോട്ടെടുപ്പ് വൈകിയതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി കോൺഗ്രസ്. കേരളത്തിൽ BJPക്ക് അക്കൗണ്ട് തുറക്കാനാകില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. 2 MLA-മാരുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ടും ആരോപണ പ്രത്യാരോപണങ്ങൾ കൊണ്ടും ശ്രദ്ധേയമായ വടകര മണ്ഡലത്തിൽ വോട്ടെടുപ്പിനു ശേഷം മുന്നണികൾ ആശയക്കുഴപ്പത്തിലാണ്. ശക്തി കേന്ദ്രങ്ങളിൽ പോളിംഗ് കുറഞ്ഞെങ്കിലും തിരിച്ചടിയാകില്ലെന്ന വിലയിരുത്തലിലാണ് UDF നേതൃത്വം. തിരുവനന്തപുരവും തൃശൂരുമാണ് സംസ്ഥാനത്ത് BJP പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലങ്ങൾ. രണ്ടിടത്തും BJPക്ക് വിജയിക്കാൻ കഴിയില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ഒരൊറ്റ സ്ഥലത്ത് ജയിക്കൂല. തിരുവനന്തപുരത്ത് സാധ്യതയില്ല, തൃശ്ശൂരും സാധ്യതയില്ല. അതുകൊണ്ട് അതിൽ വേറെ പ്രയാസമൊന്നും ഉണ്ടാവേണ്ട കാര്യമില്ല. വോട്ടിംഗിലുണ്ടായ കാലതാമസം ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത്. വോട്ടേഴ്സ് ലിസ്റ്റ് പരിഷ്കരിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചുവെന്നും പരാതിയിലുണ്ട്. വോട്ടെടുപ്പിന് തലേ ദിവസം കോഴിക്കോട് വീട്ടിൽ നിന്ന് വസ്ത്രങ്ങൾ പിടികൂടിയ സംഭവത്തിൽ BJP പ്രവർത്തകനെതിരെ പോലീസ് കേസെടുത്തു. തിരുവമ്പാടി സ്വദേശി കാനാട്ട് രഘുലാലിനെതിരെയാണ് കേസ്. വോട്ടർമാരെ സ്വാധീനിക്കാനാണ് വസ്ത്രങ്ങൾ എത്തിച്ചതെന്ന കണ്ടെത്തലിന് പിന്നാലെയാണ് നടപടി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കോഴിക്കോട്. കേരളത്തിൽ നിന്ന് കോൺഗ്രസിന് കഴിഞ്ഞ തവണത്തെ അത്ര ലോക്സഭാ സീറ്റുകൾ ലഭിക്കില്ലെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. കോട്ടയത്ത് തുഷാർ വെള്ളാപ്പള്ളിക്ക് ഈഴ വോട്ട് കിട്ടാൻ സാധ്യതയില്ല. തൃശൂരിൽ സുരേഷ് ഗോപി തോൽക്കും. തിരുവനന്തപുരത്ത് ആര് ജയിക്കുമെന്ന് പറയാൻ കഴിയാത്ത അവസ്ഥയാണെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. കോൺഗ്രസ്സുകാർക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ സീറ്റ് അത്രയും 19 സീറ്റ് അവർ കിട്ടിയതാണ്. അത്രയും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശോഭ കൂടുതൽ വോട്ട് മേടിച്ചാൽ അതിൻ്റെ ഗുണം ആരിഫുണ്ടാവും. തിരുവനന്തപുരത്തെ പറ്റി പറയുമ്പോൾ BJPയുടെ സ്ഥാനാർത്ഥിയും നല്ല ടൈറ്റ് നിൽക്കുന്നു മുമ്പിലെന്ന് പറഞ്ഞു. ഞാനിവിടെ വന്നപ്പോൾ ചിലർ പറഞ്ഞ് അദ്ദേഹം ചിലപ്പോൾ ജയിക്കാൻ സാധ്യതയുണ്ടെന്നാണ്. പിന്നെ കോശലേറിയാൽ ചില വോട്ടുകൾ കിട്ടിയോന്ന് സംശയമുണ്ട്. ആ വോട്ട് ഇവിടെ കിട്ടുമെന്ന് ഉറപ്പാണെന്നുണ്ടെങ്കിൽ BJPയുടെ ചന്ദ്രശേഖർ ജയിക്കും എന്നുള്ള ഉറപ്പായിട്ട് പറയുന്നു. സുരേഷ് ഗോപി ജയിക്കും. ഇപ്പോൾ പെട്ടി അടച്ചിരുത്തിക്കൊണ്ട് ഞാൻ പറയാം, നേരത്താണ് ഞാൻ പറയുന്നില്ല, ജയിക്കാനുള്ള സാധ്യതയില്ല. അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ല, അദ്ദേഹം ഒരു സിനിമാക്കാരനാണ്. മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് റാലിയിലും വിദ്വേഷ പരാമർശങ്ങൾ ആവർത്തിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർണാടകയിലെ തെരഞ്ഞെടുപ്പ് റാലിയിലാണ് പ്രധാനമന്ത്രിയുടെ പരാമർശം. അമേഠി, റായ്ബറേലി സീറ്റുകളിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടനുണ്ടായേക്കും. തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ. തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കോൺഗ്രസ് പോപ്പുലർ ഫ്രണ്ടിനെ കൂട്ടുപിടിക്കുന്നു. രാജ്യത്തെ സ്വത്തുക്കൾ പിടിച്ചെടുത്ത് പ്രിയപ്പെട്ട വോട്ട് ബാങ്കിന് നൽകാനാണ് കോൺഗ്രസ് ശ്രമം. മോദി ജീവനോടെയുണ്ടെങ്കിൽ താലിമാലയിൽ കൈവയ്ക്കാൻ അനുവദിക്കില്ല. ബലഗാവിലെ തെരഞ്ഞെടുപ്പ് റാലിയിലടക്കം പങ്കെടുത്തായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം. आपने बचाया हुआ सोना चांदी लूटने देंगे क्या? आपके मंगलसूत्र पर किसी को हाथ लगाने देंगे? कोई पंजा आपकी संपत्ति लूट सकता है क्या? मैं कांग्रेस को अलर्ट करना चाहता हूं, ये मंसूबे छोड़ दीजिए जब तक मोदी जिंदा है. രാജ്യത്ത് വിഭാഗീയത സൃഷ്ടിക്കാനാണ് BJPയുടെ ശ്രമമെന്ന് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. തോൽക്കുമെന്നുറപ്പായപ്പോൾ ജനങ്ങളെ ഭിന്നിപ്പിക്കാനാണ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ BJP ശ്രമിക്കുന്നത്.
അമേഠി റായ്ബറേലി സീറ്റുകളിലെ സ്ഥാനാർത്ഥിത്വത്തിന് മുന്നോടിയായി രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും ബുധൻ വ്യാഴം ദിവസങ്ങളിൽ മണ്ഡലം സന്ദർശിക്കും. സംഘർഷവും ബൂത്തുപിടുത്തവുമുണ്ടായ മണിപ്പൂരിലെ 6 പോളിംഗ് സ്റ്റേഷനുകളിൽ ചൊവ്വാഴ്ച റീപോളിംഗ് പ്രഖ്യാപിച്ചു. ഔട്ടർ മണിപ്പൂർ ലോക്സഭാ മണ്ഡലത്തിലെ പോളിംഗ് സ്റ്റേഷനുകളിൽ ചൊവ്വാഴ്ച രാവിലെ 7 മണി മുതൽ 4 മണി വരെയാണ് റീപോളിംഗ്. ബംഗാളിൽ വനിതാ BJP നേതാവിന് നേരെ ആക്രമണമുണ്ടായി. സംഭവത്തിന് പിന്നിൽ തൃണമൂൽ കോൺഗ്രസ് ആണെന്ന് BJP കുറ്റപ്പെടുത്തി. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. അരവിന്ദർ സിംഗ് ലവ്ലി ഡൽഹി PCC അധ്യക്ഷ സ്ഥാനം രാജിവെച്ചത് ഹൈക്കമാൻഡ് അംഗീകരിച്ചു. സംഘടനാതലത്തിലെ തർക്കവും ആം ആദ്മി പാർട്ടിയുമായുള്ള സഖ്യവുമാണ് രാജിക്ക് കാരണം. അതിനിടെ കനയ്യകുമാറിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ ഡൽഹിയിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെയാണ് കോൺഗ്രസ് നേതൃത്വത്തെയും ഇന്ത്യ സഖ്യത്തിലെ സീറ്റ് വിഭജനത്തെയും വിമർശിച്ച് അരവിന്ദർ സിംഗ് ലവ്ലി ഡൽഹി PCC അധ്യക്ഷ സ്ഥാനം രാജിവെച്ചത്. ഡൽഹിയുടെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപക് ബബ്രിയുമായുള്ള തർക്കമാണ് രാജിക്ക് പ്രധാന കാരണം. PCCയുടെ നിർദ്ദേശങ്ങൾ തള്ളി അപരിചിതരെ സ്ഥാനാർത്ഥികളാക്കിയെന്ന് കനയ്യകുമാറിനെ ഉന്നമിട്ട് ലവ്ലി കുറ്റപ്പെടുത്തി. സീറ്റ് ലഭിക്കാത്തതിനാലാണ് രാജിയെന്ന പ്രചരണം തെറ്റെന്നും ലവ്ലി പറഞ്ഞു. मैंने दिल्ली प्रदेश कांग्रेस कमेटी के अध्यक्ष पद से इस्तीफा दिया है और मैं अपने तमाम कांग्रेस के कार्यकर्ताओं से मिलूंगा, बात करूंगा. कहीं किसी पार्टी को अभी ज्वाइन नहीं कर रहा. അരവിന്ദർ സിംഗ് ലവ്ലിയുടെ രാജി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ബാധിക്കില്ലെന്നായിരുന്നു ദീപക് ബബ്രിയുടെ പ്രതികരണം. वो भी चैलेंज नहीं है कि जिसकी वजह से हम ठप हो जाए, हमारा काम रुक जाए, हमारे कैंडिडेट जो है हार जाए. ये एक नॉर्मल चैलेंज है. एक ह्यूमन रिसोर्सेज का मामला जो होता है उसमें कहीं ना कहीं गैप फिलअप करने का मामला होता है. അതിനിടെ വടക്കിഴക്കൻ ഡൽഹിയിൽ കനയ്യകുമാറിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയ ഒരു വിഭാഗം പ്രവർത്തകരെ കോൺഗ്രസ് പ്രവർത്തകർ മർദ്ദിച്ചു. അതേസമയം വിമർശനങ്ങളോട് പ്രതികരിക്കാൻ കനയ്യകുമാർ തയ്യാറായില്ല. 24, ഡൽഹി. വാർത്താമഴയിലേക്ക് വീണ്ടും ജീവനെടുത്ത് കൊടും ചൂട്. സംസ്ഥാനത്ത് സൂര്യാഘാതമേറ്റ് ഇന്ന് 2 മരണം. ഈ ആഴ്ച കൂടി അസാധാരണമായ ചൂട് തുടരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പാലക്കാട്, കൊല്ലം, തൃശൂർ ജില്ലകളിൽ ഇന്നും നാളെയും ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ട്. ഉയർന്ന ചൂട് കണക്കിലെടുത്ത് അങ്കണവാടികളിലെ പ്രീ സ്കൂൾ പ്രവർത്തനം ഒരാഴ്ചത്തേക്ക് നിർത്തിവെച്ചു. പാലക്കാട് എലപ്പുള്ളി സ്വദേശി ലക്ഷ്മി, മാഹി പന്തക്കൽ സ്വദേശി UM വിശ്വനാഥൻ എന്നിവരാണ് മരിച്ചത്. ഉഷ്ണതരംഗം സ്ഥിരീകരിച്ച പാലക്കാട് ജില്ലയിൽ ഒരാഴ്ചക്കിടെ സൂര്യാഘാതമേറ്റ് 3ാമത്തെ മരണമാണിത്. തുടർച്ചയായ ദിവസങ്ങളിൽ 41 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് പാലക്കാട് താപനില രേഖപ്പെടുത്തുന്നത്. സാധാരണയേക്കാൾ 5 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടുതൽ. പാലക്കാടിന് പിന്നാലെ കൊല്ലത്തും തൃശൂരും ഉഷ്ണതരംഗ മുന്നറിയിപ്പുണ്ട്. പാലക്കാട്, കൊല്ലം, തൃശൂർ ജില്ലകളിൽ ചൂട് ഇനിയും വർദ്ധിക്കുമെന്നാണ് മുന്നറിയിപ്പ്. അന്തരീക്ഷ താപനില ഉയർന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ അങ്കണവാടികളിലെ പ്രീ സ്കൂൾ പ്രവർത്തനങ്ങൾ ഒരാഴ്ചത്തേക്ക് നിർത്തിവെച്ചു. അങ്കണവാടികളുടെ മറ്റു പ്രവർത്തനങ്ങൾ പതിവ് പോലെ നടക്കും. കുട്ടികൾക്ക് നൽകേണ്ട സപ്ലിമെന്ററി ന്യൂട്രീഷൻ വീടുകളിലെത്തിക്കും. സംസ്ഥാനത്ത് വേനൽ മഴ തുടരാനും സാധ്യതയുണ്ട്. മധ്യ തെക്കൻ കേരളത്തിലെ മലയോര മേഖലകളിൽ ഇടിമിന്നലോടും കാറ്റോടും കൂടിയ മഴയ്ക്കാണ് സാധ്യത. പൊതുജനങ്ങൾ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണം. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ലക്ഷദ്വീപ് തീരത്തുനിന്ന് മീൻ പിടിക്കാൻ പോകുന്നതിന് വിലക്കുണ്ട്. 24, തിരുവനന്തപുരം. വാഹനത്തിന് സൈഡ് നൽകിയില്ലെന്നാരോപിച്ച് നടുറോഡിൽ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും KSRTC ബസ് ഡ്രൈവറും തമ്മിൽ വാക്പോര്. ഡ്രൈവർ അശ്ലീലാംഗ്യം കാണിച്ചു എന്നാണ് മേയറുടെ പരാതി. മേയറും ഭർത്താവ് സച്ചിൻ ദേവ് MLAയും മോശമായി പെരുമാറിയെന്നും ട്രിപ്പ് മുടക്കിയെന്നും കാണിച്ച് ഡ്രൈവറും പരാതി നൽകി. ഡ്രൈവറുടെ പരാതിയിൽ കേസെടുത്തിട്ടില്ല. ഇന്നലെ രാത്രി 10:30 തിരുവനന്തപുരം പാളയത്തിനു മുന്നിലെ ദൃശ്യമാണിത്. ബസ് തടഞ്ഞു നിർത്തി നടുറോഡിൽ ഡ്രൈവറുമായി തർക്കിക്കുന്നത് കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രനും സംഘവും. മേയറുടെ പരാതിയിൽ ഡ്രൈവറെ കസ്റ്റഡിയിലെടുക്കുകയും സ്ത്രീകളോട് മോശമായി പെരുമാറിയതിന് കേസെടുത്ത ശേഷം ഇന്ന് രാവിലെ ജാമ്യത്തിൽ വിട്ടയച്ചു. തന്റെ ഭാഗത്ത് തെറ്റില്ലെന്നാണ് ഡ്രൈവർ യദുവിന്റെ വിശദീകരണം. മേയറും MLAയും ഭീഷണിപ്പെടുത്തിയെന്നും ആരോപണം. സ്റ്റേഷനിൽ കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഇവർ എന്നെ ആ സമയം തൊട്ട് ആ കസേരയിൽ ഇരുത്തി അവിടെ ഒപ്പിടും ഇവിടെ ഒപ്പിടുന്നു പറഞ്ഞ് അവിടെ എവിടെയൊക്കെ ഒപ്പിട്ട് കൊടുക്കും. പിന്നെ കേസെടുക്കുകയാണ്. എന്താ 345 എന്തോ സെക്ഷൻ ചേർത്താണ് കേസ്.
അത് ഒന്നി നീ മുഖ്യമന്ത്രിയായിരിക്കണം, അല്ലെങ്കിൽ നീ പ്രധാനമന്ത്രിയായിരിക്കണം, നീ അവരെ കാട്ടി ഒരു പടി മുന്നിലായിരിക്കണം. അവരെ ഈഗോ ക്ലാഷ് ആണെന്ന് എൻ്റെ അടുത്ത് പറയുകയും ചെയ്യും. ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ, എന്തായാലും ഞാൻ ഇത് ഏതറ്റം വേണ്ടവരാണോ പോകും. സൈഡ് കൊടുക്കാത്തതിന്റെ തർക്കമല്ല, അശ്ലീല ആംഗ്യം കാണിച്ചതിനാലാണ് ഡ്രൈവർക്കെതിരെ പരസ്യമായി പ്രതികരിച്ചതെന്ന് മേയറുടെ വിശദീകരണം. അത് റോഡിന് സൈഡ് നൽകിയില്ല എന്നുള്ള പ്രശ്നമല്ല, ദയവായി അതിനെ അങ്ങനെ കാണരുതെന്നുള്ളതാണ് എന്റെ അഭ്യർത്ഥന. രണ്ട് സ്ത്രീകളോട് വളരെ മോശമായ രീതിയിൽ ലൈംഗിക ചേഷ്ടയോടുകൂടി അദ്ദേഹം ആക്ഷൻ കാണിക്കുന്നു. അതിനെ തുടർന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അതായത് ഞങ്ങൾക്ക് വണ്ടി റോഡിന്റെ സൈഡിൽ ഞങ്ങൾക്ക് സ്ഥലം തന്നില്ലെന്നോ അങ്ങനെ ഒരു വിഷയമേ നടന്നിട്ടില്ല. സംഭവത്തിൽ ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ റിപ്പോർട്ട് തേടി. നാളെ തന്നെ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ KSRTC വിജിലൻസ് ഓഫീസർക്കാണ് നിർദ്ദേശം നൽകിയത്. റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. 24 തിരുവനന്തപുരം. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രസവാനന്തരം അണുബാധയുണ്ടായ സ്ത്രീ മരിച്ചു. അമ്പലപ്പുഴ കരൂർ സ്വദേശി ഷിബിനയാണ് മരിച്ചത്. ബന്ധുക്കൾ പരാതി ഉന്നയിച്ചതിന് പിന്നാലെ അന്വേഷണത്തിന് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി. യുവതിയുടെ മരണകാരണം ഹൃദയാഘാതമാണെന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പറഞ്ഞു. മാർച്ച് 26-നാണ് ഷിബിന ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രസവിച്ചത്. ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ട ഷിബിനയെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. മാർച്ച് 30-ന് സ്ഥിതി വഷളായതോടെ ഷിബിനയെ വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഈ ഘട്ടത്തിലും വേണ്ട ചികിത്സ ലഭിച്ചില്ലെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. വാർഡിലോട്ട് മാറ്റി 4 ദിവസം, അതിന് മുമ്പ് വെന്റിലേറ്ററിലായിരുന്നു. വാർഡിലോട്ട് മാറ്റി 4 ദിവസം കഴിഞ്ഞ് ഇന്നലെ അവർക്ക് സുഖമില്ലാതെ മെനങ്ങാന്ന് വെന്റിലേറ്റർ മാറ്റിയത്. ഇന്നലെ രാത്രി ഇവർ കഞ്ഞി മേടിച്ച് കൊടുത്തു. എന്തിനു കൊടുത്തു? ഈ വെന്റിലേറ്റർ കിടക്കുക കഞ്ഞി മേടിച്ച് എന്തിനു കൊടുത്തത്? പിഴവാണ്, ഉറപ്പായിട്ടും പിഴവാണ്. കാര്യം ഇൻഫെക്ഷൻ ആയിട്ട് അവർ ശ്രദ്ധിച്ചിട്ടില്ല. ഇന്നലെ വെന്റിലേറ്ററിലേക്ക് മാറ്റിയ ഷിബിന ഇന്ന് മരിച്ചു. മെഡിക്കൽ കോളേജിൽ വലിയ പ്രതിഷേധമുയർന്നു. പ്രസവത്തിന് മുമ്പ് തന്നെ ഷിബിനയ്ക്ക് മൂത്രാശയത്തിൽ അണുബാധ ഉണ്ടായിരുന്നുവെന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ അബ്ദുൾ സലാം. ഡെലിവറിക്ക് മുമ്പ് തന്നെ യൂറിൻ പരിശോധനയിൽ രോഗിക്ക് അണുബാധയുള്ളതായി കണ്ടെത്തുകയുണ്ടായി. 26/4 വൈകിട്ട് പെട്ടെന്ന് പേഷ്യൻ്റ് കുഴഞ്ഞു വീഴുകയാണ് ഉണ്ടായത്. എക്കോ നോക്കിയപ്പോൾ ഹൃദയത്തിൻ്റെ ഫംഗ്ഷൻ വളരെ മോശമായിരുന്നു. ഹൃദയത്തിൻ്റെ ഫംഗ്ഷൻ 30% താഴെയായിരുന്നു. ഷിബിനയുടെ കുടുംബത്തിന്റെ പരാതിയിൽ ആരോഗ്യവകുപ്പും പോലീസും അന്വേഷണം ആരംഭിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെ ലഭിച്ചതിനു ശേഷം തുടർ നടപടികൾ സ്വീകരിക്കാനാണ് പോലീസിന്റെ തീരുമാനം. 24 ആലപ്പുഴ. ചെങ്കടലിൽ ഹൂതി വിമതർ ആക്രമിച്ച ചരക്ക് കപ്പലിന് സംരക്ഷണമൊരുക്കാൻ ഇന്ത്യൻ നാവികസേന. ആൻഡ്രോമേഡ സ്റ്റാർ എന്ന ചരക്ക് കപ്പലിന്റെ തുടർ യാത്രയിലാണ് INS കൊച്ചി സംരക്ഷണമൊരുക്കുക. വെള്ളിയാഴ്ചയാണ് ചെങ്കടലിൽ വെച്ച് ചരക്ക് കപ്പലിന് നേരെ മിസൈൽ ആക്രമണമുണ്ടായത്. പിന്നാലെ INS കൊച്ചി രക്ഷാദൗത്യത്തിനെത്തുകയായിരുന്നു. കപ്പലിലെ 30 ജീവനക്കാരിൽ 22 പേരും ഇന്ത്യക്കാരാണ്. വയനാട്ടിൽ കാട്ടാന ആക്രമണത്തിൽ മധ്യവയസ്കന് പരിക്ക്. ചേകാടി കുണ്ടുവാടി കോളനിയിലെ കാളനാണ് പരിക്കേറ്റത്. തൊടുപുഴ ഇല്ലിച്ചാരിയിൽ വീണ്ടും പുലിയിറങ്ങി. കൊല്ലം നാഗമലയിൽ പുള്ളിപ്പുലിയെ ചത്ത നിലയിൽ കണ്ടെത്തി. പത്തനംതിട്ട കല്ലേലിയിൽ ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി. തൃശൂർ പാലിപ്പള്ളിയിൽ പുലി റോഡ് മുറിച്ചു കിടക്കുന്ന ദൃശ്യങ്ങൾ 24-ന് കിട്ടി. വയനാട്ടിൽ കാട്ടാനാക്രമണത്തിൽ പരിക്കേറ്റ കാളൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. നട്ടെല്ലിനും വാരിയലിനുമാണ് പരുക്ക്. ഇടുക്കി ഇല്ലിച്ചാരിയിൽ ഇന്നലെയാണ് വീണ്ടും പുലി ഇറങ്ങിയത്. 2 മാസമായി പുലിയുടെ സാന്നിധ്യമുള്ള പ്രദേശമാണിത്. വനം വകുപ്പ് വീണ്ടും ഇവിടെ കൂട് സ്ഥാപിച്ചു. കൊല്ലം തെന്മല ഫോറസ്റ്റ് റേഞ്ചിൽ നാഗമലയിലാണ് പുള്ളിപ്പുലിയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ രാവിലെ 7 മണിയോടുകൂടി സമീപത്തൊരാളെ പുലി ആക്രമിച്ചിരുന്നു. എന്നാൽ ഇതേ പുലിയാണോ ചത്തത് എന്നത് വനം വകുപ്പ് സ്ഥിരീകരിച്ചിട്ടില്ല. പുലി ചത്തതിൽ വനം വകുപ്പ് അന്വേഷണം തുടങ്ങി. പ്രദേശത്ത് വന്യമൃഗശല്യം രൂക്ഷമാണെന്നാണ് നാട്ടുകാരുടെ പരാതി. ഇന്നലെ രാത്രിയാണ് പാലപ്പള്ളി ജനവാസ മേഖലയിൽ പുലിയെ കണ്ടെത്തിയത്. റോഡിലൂടെ പോയ യുവാവ് പുലിയുടെ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തുകയായിരുന്നു. കഴിഞ്ഞ ദിവസം പ്രദേശത്ത് പശുവിനെ പുലി ആക്രമിച്ചു കൊന്നിരുന്നു. പശുവിനെ ആക്രമിച്ച പുലിയാണ് ഇതെന്ന് നാട്ടുകാർ ആരോപിച്ചു. പത്തനംതിട്ട കല്ലേലിയിൽ ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി. പുലർച്ചെ റബ്ബർ തോട്ടത്തിലിറങ്ങിയ കാട്ടാനകളെ ടാപ്പിംഗ് തൊഴിലാളികളാണ് കണ്ടത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 വയനാട്. വയനാട് പനമരം അമ്മാനിയിൽ കൃഷിയിടത്തിൽ കാട്ടാനയെ ഷോക്കേറ്റ് ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി. തെങ്ങ് കുത്തി മറിച്ചിടുന്നതിനിടെ വൈദ്യുതി കമ്പി പൊട്ടി വീണാണ് അപകടം. കാപ്പിത്തോട്ടത്തിൽ നിന്ന് കാട്ടാനയുടെ ജഡമുയർത്തിയത് ക്രെയിൻ ഉപയോഗിച്ച്. പിന്നീട് ലോറിയിലേക്ക് മാറ്റി വടം കൊണ്ട് ബന്ധിച്ചു. പാതിരി വനത്തിലാണ് പോസ്റ്റ്മോർട്ടം.
ആന തെങ്ങ് തട്ടിയതിൽ തെങ്ങ് മറിഞ്ഞ് കമ്പിയിലേക്ക് വീണിട്ട് കമ്പിയും തെങ്ങും ഒന്നിച്ച് കൂട്ടിപ്പിടിച്ചു പോയി എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അടുത്തതായിട്ട് പോസ്റ്റ്മോർട്ടമാണ്. 2 വെറ്റിനറി ഡോക്ടേഴ്സിൻ്റെ സാന്നിധ്യത്തിൽ വേണം പോസ്റ്റ്മോർട്ടം നടത്തുന്നതിന് വേണ്ടിയിട്ട് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. ഇന്ന് പുലർച്ചെയാണ് കാട്ടാന ജയരാജന്റെ വീടിനോട് ചേർന്നുള്ള കാപ്പിത്തോട്ടത്തിലെത്തിയത്. ഈ മേഖലയിൽ സ്ഥിരമായി കാണുന്ന ആനയാണ്. തെങ്ങ് കുത്തിമറിച്ചിടുന്നതിനിടെ വൈദ്യുതി കമ്പി പൊട്ടി വീണാണ് ഷോക്കേറ്റത്. കണ്ടത് താഴെ വീട്ടുകാർ ലൈന് പൊട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ലൈന് നോക്കിക്കൊണ്ട് പോയതാണ്. ഞങ്ങൾക്ക് ഇവിടെ മിഷന് വെക്കുന്നുണ്ട്, ഓക്സിജൻ്റെയും ബീപ്പാക്കും വെക്കുന്നുണ്ട്. അപ്പോൾ കറണ്ട് എന്താ നോക്കാൻ വേണ്ടി പോയതാണ്. KSEBിയിൽ വിളിച്ച് പറയുകയാണെങ്കിൽ എന്താ ഇത് ചോദിക്കുമല്ലോ. അപ്പോൾ ലൈന് നോക്കിക്കൊണ്ട് പോയതാണ്. അപ്പോൾ പോയത് ആനേൻ്റെ മുന്നിലാണ്. അമ്മാനി, നിർവാരം തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം കാട്ടാനശല്യം സ്ഥിരമെന്ന് നാട്ടുകാർ. പ്രശ്നം തുടങ്ങിയിട്ട് ഒരു 10-12 വർഷമായി. ഇത് ഇവിടുത്തെ DFO മറ്റേ മുതൽ എല്ലാവർക്കും ഈ കാര്യങ്ങൾ അറിയാം. ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ട് ഇതിൽ വന്നിട്ടില്ലെന്ന് അറിയാൻ കഴിഞ്ഞത്. സ്ഥിരം വരുന്ന ആനയാണ് ഇത്. ഇതിൽ കൂടെ തന്നെ പാസ് ചെയ്യുന്നതാണ്, എന്നും വരുന്നവരാണ് ഇത്. അതിൻ്റെ മുന്നേ കുറച്ച് മുമ്പ് തന്നെ അപ്പുറത്തും ഒരു 4-5 പോയി എന്ന് പറഞ്ഞാണ്. ഇന്ന് രാവിലെയാണ് മണ്ഡല ഏരിയ കൂടെ തന്നെ ഒരു 4 കടന്നു പോയത്. വനാതിർത്തിയോട് ചേർന്നുള്ള റെയിൽ ഫെൻസിംഗ് വേഗത്തിൽ പൂർത്തീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 24 വയനാട്. ഭൂപതിവ് നിയമ ഭേദഗതിയിൽ ഗവർണർ ഒപ്പിട്ടതോടെ ചട്ടരൂപീകരണ നടപടി വേഗത്തിലാക്കി സർക്കാർ. നടപടികൾ പൂർത്തിയാക്കി അടുത്ത മാസത്തോടെ ക്രമവൽക്കരണം തുടങ്ങും. ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമാകുമെന്ന് CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് പറഞ്ഞു. ഭേദഗതി വൻകിടക്കാരെ സഹായിക്കുന്നതാണെന്ന് അതിജീവന പോരാട്ട വേദി കുറ്റപ്പെടുത്തി. ഭൂപതിവ് ചട്ടഭേദഗതിക്ക് അംഗീകാരം ലഭിച്ചതോടെ നടപടി വേഗത്തിലാക്കുകയാണ് റവന്യൂ വകുപ്പ്. പതിച്ചു നൽകിയ ഭൂമിയിലെ കെട്ടിടങ്ങളുടെ ക്രമവൽക്കരണം അടുത്ത മാസം തുടങ്ങും. ചട്ടങ്ങൾ രൂപീകരിക്കാനുള്ള ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ റിപ്പോർട്ട് വേഗത്തിലാക്കാൻ റവന്യൂ വകുപ്പ് നിർദ്ദേശം നൽകി. ചട്ടരൂപീകരണം അടുത്ത മാസത്തോടെ പൂർത്തിയാകും. നേരത്തെ തയ്യാറാക്കിയ പട്ടിക അനുസരിച്ച് ക്രമവൽക്കരണം തുടങ്ങും. റിസോർട്ടുകൾക്കും വൻകിട ഹോട്ടലുകൾക്കും തൽക്കാലം അംഗീകാരം നൽകേണ്ടെന്നാണ് സർക്കാർ നിലപാട്. ജീവിതോപാധിക്കായി നടത്തിയ ചെറുനിർമ്മാണങ്ങളും കൃഷിഭൂമിയുടെ വകമാറ്റിയുള്ള ഉപയോഗവും ക്രമവൽക്കരിക്കും. ഇടുക്കി ജില്ലയിലെ സങ്കീർണമായ ഭൂപ്രശ്നങ്ങൾക്ക് ഇതോടെ പരിഹാരമാകുമെന്ന് CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ്. ഇടുക്കി ജില്ലയിലെ സങ്കീർണമായ ഭൂപ്രശ്നങ്ങൾ ശാശ്വതമായ പരിഹാരം കാണുമെന്ന് 2ാം പിണറായി ഗവൺമെൻറ്റിൻ്റെ അസന്നിഗ്ധമായ പ്രഖ്യാപനം ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. പുതിയ ഭേദഗതിയിലെ ചട്ടനിർമ്മാണം വൻകിടക്കാരെ മാത്രം സഹായിക്കാൻ വേണ്ടിയെന്ന് അതിജീവന പോരാട്ട വേദി കുറ്റപ്പെടുത്തി. പിണറായി ഗവൺമെന്റ് ഇപ്പോൾ പുതിയ ചട്ടഭേദഗതി കൊണ്ടുവന്ന് ഈ ഭൂപ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുമെന്നാണ് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്. ഈ നിയമം കർഷക വിരുദ്ധമെന്നാണ് ഞങ്ങൾ പറയുന്നത്. 1964 ചട്ടം മാത്രം ഭേദഗതി ചെയ്യുന്നത് കർഷകർക്ക് ഗുണകരമാകില്ല എന്നാണ് അതിജീവന പോരാട്ട വേദിയുടെ നിലപാട്. 24 ഇടുക്കി, തിരുവനന്തപുരം. കോഴിക്കോട് കൊയിലാണ്ടി ചിങ്ങപുരത്ത് CPM ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിൽ ആൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം. ബ്രാഞ്ച് കമ്മിറ്റി അംഗം ബിജീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മിഥില ബാലൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന്. മിഥില, എന്താണ് വിവരങ്ങൾ? പോലീസ് എന്താണ് പറയുന്നത്? ഒപ്പം തന്നെ CPMന്റെ പ്രാദേശിക നേതൃത്വം എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നത്? മിഥില. വിജിത്ത്, ഈ സംഭവം ഉണ്ടായത് തെരഞ്ഞെടുപ്പ് ദിവസമാണ്. CPM ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസ്, ചിങ്ങപുരം ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിനകത്താണ് ഈ സംഭവം നടക്കുന്നത്. ചിങ്ങപുരത്ത് ആളില്ലാത്ത സമയത്ത് ഈ ആൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് പരാതി. ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ചിങ്ങപുരം കിഴക്കേക്കുനി ബിജീഷിനെ കൊയിലാണ്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇപ്പോൾ പ്രതി റിമാൻഡിലായിട്ടുണ്ട്. ചിങ്ങപുരം CPM ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ് ഈ പ്രതി. ഓഫീസിൽ ആളും ഇല്ലാത്ത സമയത്തായിരുന്നു ഇത്തരമൊരു അതിക്രമം ഈ ആൺകുട്ടിക്ക് നേരെ ഉണ്ടായത്. പത്രമിടാൻ എത്തിയപ്പോഴാണ് ഇത്തരമൊരു അതിക്രമം ഉണ്ടായതെന്നാണ് പരാതിയിൽ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് CPMന്റെ വിശദീകരണം ഇതുവരെ, പ്രാദേശിക നേതൃത്വത്തിന്റെ വിശദീകരണമൊന്നും ഇതുവരെ ലഭ്യമായിട്ടില്ല. നിലവിൽ ഈ പ്രതി ഇപ്പോൾ റിമാൻഡിലാണ്. ശരി, മിഥില ബാലൻ കോഴിക്കോട്ട് എന്ന വിവരങ്ങൾ നൽകുകയായിരുന്നു. സമൂഹമാധ്യമങ്ങളുടെ ദുരുപയോഗത്തിനെതിരെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. സമൂഹമാധ്യമങ്ങൾ സ്വതന്ത്രമായി പ്രവർത്തിക്കണം, എന്നാൽ ഇരുട്ടത്തിരുന്ന് എന്ത് തോന്നിവാസവും എഴുതാമെന്നാണ് ചിലർ കരുതുന്നതെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കോഴിക്കോട് പറഞ്ഞു. സോഷ്യൽ മീഡിയയിൽ ഒരു പ്രോബ്ലം. ഈ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അവര് വിചാരം അവര് ഇരുട്ടത്തിരുന്ന് എഴുതുന്നു, ആരും അവരെ കാണുന്നില്ല, എന്ത് തോന്നിവാസവും എഴുതാം എന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ആ ഒരു മീഡിയത്തിനെ കൺട്രോൾ ചെയ്യുന്നത്. പക്ഷെ അവർക്ക് മനസ്സിലാവാത്തൊരു കാര്യം, നമ്മൾ അവരുടെ പിന്നിൽ പോകാൻ തീരുമാനിച്ചാൽ ഈ വെളിച്ചത്തിൽ ഞാൻ നിൽക്കുന്നതിനെക്കാട്ടിലും വലിയ വെളിച്ചത്തിൽ അവർ നിൽക്കുന്നുണ്ട്. അവരെ കണ്ടുപിടിക്കാൻ അവർ IP അഡ്രസ് വെച്ചോ, അവരുടെ ഇലക്ട്രോണിക് ഫുട് പ്രിന്റ് വെച്ചോ അവരെ കണ്ടുപിടിക്കാൻ ഒരു
ഒരു സമയം എടുക്കില്ല, ഒരു 5 സെക്കൻഡ് മതിയോ. അത് കുട്ടികൾ വിചാരിച്ചാൽ തന്നെ സാധിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. വിവാദ സിനിമ ദ കേരള സ്റ്റോറിയുടെ പ്രദർശനത്തെ വിമർശിച്ച് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി. ക്രൈസ്തവ യുവതികളുടെ പേര് പറഞ്ഞ് ആരും വർഗീയതയ്ക്ക് ശ്രമിക്കേണ്ട. പ്രണയക്കണിയുടെ പേര് പറഞ്ഞ് വർഗീയതയുടെ വിഷം ചീറ്റാൻ അനുവദിക്കരുത്. സ്വയം പ്രഖ്യാപിത സംരക്ഷകരാകാൻ ആരും ശ്രമിക്കേണ്ട എന്ന് കാസയ്ക്കും പരോക്ഷ വിമർശനം. കണ്ണൂർ ചെമ്പേരിയിൽ KCYM സംഘടിപ്പിച്ച യുവജന സംഗമത്തിലാണ് തലശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പും സിറോ മലബാർ സഭയുടെ സിനഡ് സെക്രട്ടറിയുമായ മാർ ജോസഫ് പാംബ്ലാനി നിലപാട് വ്യക്തമാക്കിയത്. കേരള സ്റ്റോറി പ്രദർശന വിവാദത്തെ പരോക്ഷമായി പരാമർശിച്ചുള്ള വിശദീകരണം ഇങ്ങനെ: ക്രിസ്ത്യാനിക്ക് പങ്കുവയ്ക്കാൻ ഒരേ ഒരു സ്റ്റോറിയേ ഉള്ളൂ. ആ സ്റ്റോറി നസ്രായന്റെ സ്റ്റോറിയാണ്. നമ്മുടെ ഇടയിൽ ഭിന്നതയുടെയും വർഗീയതയുടെയും വിത്തുകൾ വിതയ്ക്കാൻ പലരും ഒളിഞ്ഞും തെളിഞ്ഞും പരിശ്രമിക്കുന്നുണ്ട്. ക്രൈസ്തവ യുവതികളുടെ പേര് പറഞ്ഞ് വർഗീയതയ്ക്ക് ആരും പരിശ്രമിക്കേണ്ടതില്ല. പ്രണയക്കെണിയെ കരുതിയിരിക്കണം. സഭാംഗങ്ങളായ പെൺകുട്ടികളെ സംരക്ഷിക്കാൻ സമുദായത്തിനറിയാം. ക്രിസ്ത്യൻ പെൺകുട്ടികൾ പ്രണയക്കുരുക്കിൽ പെട്ടുപോകുന്നുവെന്ന് പ്രചരിപ്പിച്ച് അഭിമാനത്തിന് വില പറയുന്നു. വർഗീയതയുടെ വിഷം ചീറ്റാൻ അനുവദിക്കരുത്. ഇന്ന് നമ്മുടെ പെൺകുട്ടികളുടെ രക്ഷകരായി പലരും രംഗപ്രവേശം ചെയ്യുന്നുണ്ട്. പ്രിയപ്പെട്ട യുവതികളെ, നിങ്ങളോട് എനിക്ക് പറയാനുണ്ട്. കാരണം നിങ്ങൾ ആത്മാഭിമാനമുള്ള മക്കളാണ്. ഈ തലശ്ശേരിയിലെ ഒരൊറ്റ പെൺകുട്ടിയെ പോലും ആർക്കും ചതിയിലോ പ്രണയക്കുരുക്കിലോ പെടുത്താനാവാത്ത വിധം നട്ടലുള്ള പെൺകുഞ്ഞുങ്ങളാണ് ഈ തലശ്ശേരിക്കുള്ളത് എന്ന് ചങ്കൂറ്റത്തോടെ പറയാൻ തക്ക വിധത്തില് ഇവിടുത്തെ യുവജനങ്ങൾ പ്രബുദ്ധരാകേണ്ടതുണ്ട്. സംഘപരിവാർ അനുകൂല നിലപാടുള്ള ക്രൈസ്തവ കൂട്ടായ്മയായ കാസയ്ക്കും പരോക്ഷ വിമർശനം. നമ്മുടെ പെൺകൊച്ചുങ്ങളുടെ പേരും പറഞ്ഞ് ഒരു വർഗീയ ശക്തികളും ഇവിടെ വർഗീയതയുടെ വിഷം വിതയ്ക്കാൻ പരിശ്രമിക്കേണ്ടതില്ല. പ്രണയക്കെണിയുണ്ടെന്ന നിലപാട് ആവർത്തിച്ചും എന്നാൽ വർഗീയ മുതലെടുപ്പിന് അവസരമൊരുക്കരുതെന്ന് നിർദ്ദേശിച്ചുമായിരുന്നു മാർ പാംബ്ലാനിയുടെ പ്രസംഗം. 24 കണ്ണൂർ. സംസ്ഥാനത്തെ ഞെട്ടിച്ച് 24 മണിക്കൂറുടെ 3 ഇടങ്ങളിൽ അരും കൊല. കോഴിക്കോട് വെള്ളയിൽ കൊലപാതക കേസ് പ്രതി കൊല്ലപ്പെട്ടു. കോട്ടയം പാലായിൽ യുവാവിനെ കത്രിക കൊണ്ട് കുത്തിക്കൊലപ്പെടുത്തി. എറണാകുളത്ത് റോഡിലെ തർക്കമാണ് യുവാവിന്റെ കൊലപാതകത്തിൽ കലാശിച്ചത്. ഇന്ന് പുലർച്ചെയാണ് കോഴിക്കോട് വെള്ളയിൽ വീടിന് സമീപത്തെ റോഡിൽ വെച്ച് 47-കാരനായ ശ്രീകാന്ത് വെട്ടേറ്റ് മരിച്ചത്. കുണ്ടുപറമ്പ് പ്രഭാകരൻ വധക്കേസിലെ പ്രതിയാണ് ശ്രീകാന്ത്. പ്രതികാര കൊലയാണോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ശ്രീകാന്തിന്റെ കാർ തീവെച്ച് നശിപ്പിച്ചിരുന്നു. ഇതിൽ പോലീസ് അന്വേഷണം തുടരുന്നതിനിടെയാണ് കൊലപാതകം. ബൈക്കിൽ വടിവാളുമായി ഹെൽമറ്റ് ധരിച്ചയാൾ പോകുന്നത് കണ്ടെന്ന് പ്രദേശവാസി ജ്യോതികുമാർ. ഈ വെട്ടിയാള് ഇടവയ്ക്കാ പോയത്. അപ്പോൾ അവിടുന്ന് വരുന്ന ആള് കണ്ടിന് കൊടുവാള് വണ്ടീൻ്റെ മുന്നിൽ കുത്തിവെച്ചിട്ട് ഹെൽമെറ്റ് ഇട്ടിട്ട് ആളെ മുഖം മനസ്സിലായിട്ടില്ല. കോട്ടയം പാലായിൽ ബന്ധുവിന്റെ കുട്ടിയുടെ ആദ്യ കുർബാനയ്ക്കെത്തിയ കൊല്ലപ്പള്ളി മങ്കര സ്വദേശി ലിബിൻ ജോസ് ആണ് കൊല്ലപ്പെട്ടത്. മദ്യപാനത്തെ ചൊല്ലിയുണ്ടായ തർക്കത്തിനിടെ പാലാ സ്വദേശിയായ അഭിലാഷ് ലിബിനെ കത്രിക കൊണ്ട് കുത്തുകയായിരുന്നു. സംഘർഷത്തിൽ ഒരു സ്ത്രീയടക്കം 4 പേർക്ക് പരിക്കേറ്റു. പ്രതി അഭിലാഷിനെ പോലീസ് പിടികൂടി. സമാധാനിപ്പിച്ചെല്ലാം പറഞ്ഞു വിട്ട് കഴിഞ്ഞാണ് വീടിൻ്റെ അടുത്ത് വന്നപ്പോഴാണ് അഭിലാഷമായിട്ട് വീണ്ടും പാലാരിവട്ടം തമ്മനത്ത് റോഡിലുണ്ടായ തർക്കമാണ് നാടിനെ നടുക്കിയ കൊലപാതകത്തിൽ കലാശിച്ചത്. മനീഷ് അജിത് എന്നിവരും ജിതേഷ് ആഷിഖ് എന്നിവരും തമ്മിലാണ് വഴക്കുണ്ടായത്. രാത്രി 10 മണിയോടെ മനീഷും അജിത്തും ജിതേഷിനെ വീട്ടിൽ കയറി തല്ലി. ഇതിനിടെ കയ്യിൽ സൂക്ഷിച്ചിരുന്ന മടക്ക് കത്തി ഉപയോഗിച്ച് ജിതേഷ് മനീഷിന്റെ നെഞ്ചിൽ കുത്തി. പരുക്കേറ്റ ആന്റണി എന്നയാൾ ചികിത്സയിലാണ്. ചെറിയ രീതിയിലുള്ള തർക്കമുണ്ടായെന്നാണ് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്. ഇദ്ദേഹത്തിന്റെ ഒരു ബൈക്കുമായി സംബന്ധമായിട്ടുള്ള കാര്യമാണ് പോലീസും പറയുന്നത്. മലപ്പുറം പെരിന്തൽമണ്ണയിൽ അതിഥി തൊഴിലാളിയെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. ഇതും കൊലപാതകമെന്നാണ് സംശയം. പായയിൽ നിലത്ത് കമിഴ്ന്നു കിടക്കുന്ന നിലയിലാണ് മൃതദേഹം. മുറി പുറത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. പെരിന്തൽമണ്ണ പോലീസും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡനക്കേസിലെ അതിജീവിത വീണ്ടും സമരത്തിന്. ഡോക്ടർ KV പ്രീതിക്കെതിരായ അന്വേഷണ റിപ്പോർട്ട് ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് നാളെ മുതൽ കമ്മീഷണർ ഓഫീസിന് മുന്നിൽ സമരം നടത്തുമെന്നും അതിജീവിത 24നോട് പറഞ്ഞു. IG നൽകിയ ഉറപ്പ് വെറും വാക്കായെന്നും അതിജീവിത കുറ്റപ്പെടുത്തി. കോഴിക്കോട് ICU പീഡനക്കേസിൽ അതിജീവിതയുടെ മൊഴിയെടുത്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ KV പ്രീതിക്കെതിരെ അതിജീവിത സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരുന്നു. മൊഴി പൂർണ്ണമായി രേഖപ്പെടുത്തിയില്ല എന്നും
പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുവെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു പരാതി. പരാതി നൽകി 1 വർഷം പിന്നിട്ടിട്ടും അതിജീവിതയ്ക്ക് റിപ്പോർട്ട് നൽകിയിട്ടില്ല. വിവരാവകാശം നൽകിയെങ്കിലും ലഭ്യമായില്ല. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഉത്തരമേഖല IG ഇടപെട്ടതോടെ കമ്മീഷണർ ഓഫീസിന് മുന്നിൽ നടത്തിയ സമരം കഴിഞ്ഞ 24-ന് അവസാനിപ്പിച്ചിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷവും നടപടി ഉണ്ടാവാത്തതിനാലാണ് വീണ്ടും സമരത്തിനിറങ്ങുന്നത്. എന്തായാലും സമരം സ്ട്രോങ് ആക്കാൻ വിചാരിക്കുന്നുണ്ട്. കാരണം അത് തരുന്നതിന് ബുദ്ധിമുട്ടുള്ള റിപ്പോർട്ടൊന്നല്ല. അപ്പൊ അവര് കരുതിക്കൂട്ടി അത് പിടിച്ചു വെക്കല്ലേ. നമ്മളെ അവകാശങ്ങളല്ല അവര് പിടിച്ചു വെക്കുന്നത്. 1 വർഷമായില്ല അവരെ പുറകെ നടക്കുന്നത്. അപ്പൊ എന്തായാലും ഇനി സമരം മാറ്റി വെക്കൊന്നുമില്ല. ഇനി പിന്നോട്ടേക്കില്ലല്ലോ, മുന്നോട്ടേക്ക് തന്നെയല്ലേ. പോരാടി നോക്കുക, വിജയം ഉണ്ടാവുമായിരിക്കും പ്രതീക്ഷിക്കുക. വിഷയത്തിൽ അതിജീവിത ഹൈക്കോടതിയിൽ സങ്കട ഹർജി നൽകിയിട്ടുണ്ട്. 2023 മാർച്ച് 18-ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ അറ്റൻഡർ MM ശശീന്ദ്രൻ പീഡിപ്പിച്ചെന്നാണ് കേസ്. 24 കോഴിക്കോട്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ കോടികളുടെ ലഹരിവേട്ടയിൽ അന്വേഷണം ഊർജിതമാക്കി DRI. കൊക്കൈനുമായി പിടിയിലായ കെനിയൻ പൗരന്റെ കൊച്ചിയിലെ ഇടപാടുകാരെ കണ്ടെത്തും. 6.68 കോടി രൂപയുടെ കൊക്കൈനാണ് DRI പിടികൂടിയത്. എത്യോപ്യയിൽ നിന്ന് കൊച്ചിയിലെത്തിയ മിഷേൽ എൻഗംഗ എന്ന കെനിയൻ പൗരനിൽ നിന്നാണ് 668 ഗ്രാം കൊക്കൈൻ DRI സംഘം പിടികൂടിയത്. ഗുളിക രൂപത്തിൽ വിഴുങ്ങിയ നിലയിലായിരുന്നു. എക്സ്റേ പരിശോധനയിലാണ് കണ്ടെത്തിയത്. അങ്കമാലിയിലെ ആശുപത്രിയിലെത്തിച്ച് കൊക്കൈൻ പുറത്തെടുത്തു. 6.5 കോടിയിലധികം വില വരുന്ന ലഹരിയാണ് പ്രതിയിൽ നിന്ന് കണ്ടെടുത്തത്. റിമാൻഡിലുള്ള പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് DRIയുടെ നീക്കം. ഇയാളുമായി കൊച്ചിയിൽ ലഹരി ഇടപാട് നടത്തിയവരെ കണ്ടെത്തുകയാണ് ലക്ഷ്യം. കെനിയൻ പൗരന്റെ യാത്രാ പശ്ചാത്തലം ഉൾപ്പെടെ പരിശോധിച്ചുള്ള അന്വേഷണമാണ് പുരോഗമിക്കുന്നത്. 24 കൊച്ചി. കർണാടക മുൻ മന്ത്രിയും JDS നേതാവുമായ HD രേവണ്ണയ്ക്കെതിരെ ലൈംഗികാതിക്രമ പരാതിയിൽ പോലീസ് കേസെടുത്തു. രേവണ്ണയുടെ മകനും MP-യുമായ പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെയും നേരത്തെ കേസെടുത്തിരുന്നു. അരുൺ പൂപ്പറമ്പ ബംഗളൂരുവിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ പൂപ്പറമ്പ, വിശദാംശങ്ങൾ എന്താണ്? അറിയിച്ചിട്ട് ഇത് വനിതാ കമ്മീഷൻ ലഭിച്ച പരാതിയാണ്. ആ പരാതി പോലീസിന് കൈമാറുകയായിരുന്നു. അതിൽ നേരത്തെ തന്നെ പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ പോലീസ് കേസെടുത്ത് അതിൽ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം ഉൾപ്പെടെ നടന്നു വരികയാണ്. പ്രജ്വൽ രേവണ്ണ ലൈംഗികാതിക്രമം നടത്തുന്ന ചില ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. അതിന്റെ ആധികാരികത ഉൾപ്പെടെ പരിശോധിച്ച് പോലീസ് അതിൽ FIR രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം നടത്തി വരികയും ചെയ്തിരുന്നു. പ്രജ്വൽ രേവണ്ണ ഇപ്പോൾ രാജ്യം വിട്ടു എന്നുൾപ്പെടെയുള്ള വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അതിനിടെയാണ് പ്രജ്വൽ രേവണ്ണയുടെ പിതാവ് HD രേവണ്ണയ്ക്കെതിരെയും ഇപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. വനിതാ കമ്മീഷൻ ലഭിച്ച പരാതിയിൽ ഈ മകനൊപ്പം പിതാവും ഈ യുവതി, അതായത് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ഇവരുടെ വീട്ടിൽ തന്നെ ജോലി ചെയ്തിരുന്ന ഒരു യുവതിയാണ് ഇതിലിപ്പോൾ പരാതി നൽകിയിട്ടുള്ളത്. വനിതാ കമ്മീഷന് പരാതി നൽകിയും അത് പിന്നീട് പോലീസിന് കൈമാറിയിട്ടുള്ളതെന്നാണ് ലഭ്യമാവുന്ന വിവരം. HD രേവണ്ണയും ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കി എന്ന പരാതി യുവതി നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രാഥമിക അന്വേഷണം നടത്തിയ ശേഷമാണ് ഇപ്പോൾ പോലീസ് HD രേവണ്ണയ്ക്കെതിരെയും ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള HD ദേവഗൌഡയുടെ മകനാണ് HD രേവണ്ണ. അതുകൊണ്ട് തന്നെ JDSന്റെ പ്രധാനപ്പെട്ട കർണാടകയിലെ നേതാവാണ്. നേരത്തെ ഇതിൽ JDS HD കുമാരസ്വാമിയും ഈ സംഭവത്തെ തള്ളിപ്പറയുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. എന്തായാലും JDSനെ സംബന്ധിച്ച് വലിയ ഒരു പ്രതിരോധം തീർക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് ഈ കേസിലൂടെ. ശരി, അരുൺ പൂപ്പറമ്പ ബംഗളൂരുവിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടന്ന മുതിർന്ന സിനിമാ താരങ്ങളുടെ ഒത്തുചേരൽ ചിത്രങ്ങളും വീഡിയോകളുമാണ് സമൂഹ മാധ്യമങ്ങൾ നിറയെ. ദ മദ്രാസ് മെയിൽ എന്ന പേരിലായിരുന്നു 80കളിൽ സ്ക്രീനിൽ നിറഞ്ഞു നിന്ന ഈ താരങ്ങളുടെ ഒത്തുചേരൽ. മുതിർന്ന ചലച്ചിത്ര പ്രവർത്തകരിൽ ഭൂരിഭാഗം പേർക്കും ഒരു മദിരാശി ഫ്ലാഷ് ബാക്ക് എങ്കിലും പറയാനുണ്ട് ജീവിതത്തിൽ. മദിരാശി പട്ടണത്തിൽ എത്തിയവരിൽ വിജയിച്ചവരും പരാജയപ്പെട്ടവരുമുണ്ട്. കൊടും ചൂടിൽ പൈപ്പ് വെള്ളം കുടിച്ച് ലൊക്കേഷനുകൾ തോറും അലഞ്ഞവരുടെ കഥകളായിരുന്നു കൊച്ചിയിൽ ചേർന്ന ഒത്തുചേരലിലെ വൺ ലൈൻ. നിറപ്പകിട്ടില്ലാത്ത ഒരുപാട് ജീവിതങ്ങളെയും പേറി ഈ തീവണ്ടി പായുന്നത് മദിരാശിയിലേക്കാണ്. ഒട്ടനവധി പേരുടെ നിറപ്പകിട്ടുള്ള സ്വപ്നങ്ങൾ അവസാനിക്കുന്നത് കോടമ്പക്കത്തും. പലർക്കും പറയാനുള്ളത് സിനിമയെ വെല്ലുന്ന അനുഭവങ്ങൾ. സാമ്പത്തികമായിട്ട് മദ്രാസിലേക്ക് വന്ന ആളുകൾ വളരെ കുറവായിരിക്കും. അതേസമയം പട്ടിണിയും ദാരിദ്ര്യവും ചാൻസ് തേടി അലഞ്ഞ് ആ അനുഭവമുള്ളവരാണ് ഏറ്റവും അധികം. ചെന്നൈ എന്നുള്ള നമ്മുടെ കടപ്പാടാണ്. നമ്മളെല്ലാം സിനിമ ഇപ്പോഴത്തെ തൊട്ടല്ല, സിനിമ പഠിക്കാനും സിനിമയിൽ എന്തെങ്കിലും ആകാനും ഒക്കെ നമ്മൾ ചെന്ന് പെട്ടത്
ഈ പറഞ്ഞ മാതിരി ചെന്നൈയിലാണ്. 1962 കുട്ടിക്കുപ്പായം എന്ന പടത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ജോലി ചെയ്തതാണ്. വിവാഹിത എന്ന പടം വരെ വർക്ക് ചെയ്തതിന് ശേഷം ഞാൻ വെല്ലാൻസ് സുബ്രഹ്മണ്യം മലയാളിയുടെ കൂടെയും കുഞ്ചാക്കോ മലയാളിയുടെ കൂടെയും ഒരുപാട് പടങ്ങൾ വർക്ക് ചെയ്തു. ഞാൻ കലാരഞ്ജിനി ശ്രീകുമാരൻ നമ്പി സാറിന്റെ സ്വന്തം എന്ന പദം എന്ന ചിത്രത്തിലൂടെ 81 ഞാൻ ഈ രംഗത്തേക്ക് വന്നു. ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിയും സിനിമാ താരം മേനക സുരേഷും മുൻകൈയെടുത്താണ് ഒത്തുചേരൽ സംഘടിപ്പിച്ചത്. ജോഷി, കമൽ, മേനക, അംബിക, ശ്രീനിവാസൻ, മണിയമ്പിള്ള രാജു, കുഞ്ചൻ, സുരേഷ് കുമാർ ഉൾപ്പെടെ മലയാള സിനിമാ ലോകത്തെ മുൻകാല സൂപ്പർ താരങ്ങളെല്ലാം തന്നെ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. 24 കൊച്ചി. നോക്കാം ഇനി കായിക വാർത്തകൾ. IPL റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിന് തകർപ്പൻ ജയം. ഗുജറാത്ത് ടൈറ്റൻസിനെ 9 വിക്കറ്റിന് തകർത്തു. 201 റൺസ് വിജയലക്ഷ്യം 4 ഓവർ ബാക്കി നിൽക്കെയാണ് RCB മറികടന്നത്. 41 പന്തിൽ പുറത്താകാതെ സെഞ്ചുറി നേടിയ ബിൽ ജാക്സാണ് ബംഗളൂരുവിന്റെ വിജയശില്പി. പുറത്താകാതെ 70 റൺസ് എടുത്ത വിരാട് കോഹ്ലിയും തിളങ്ങി. 3 വിക്കറ്റ് നഷ്ടത്തിലാണ് ഗുജറാത്ത് 200 റൺസിലെത്തിയത്. സായ് സുദർശന്റെയും ഷാറുഖ് ഖാന്റെയും അർദ്ധ സെഞ്ചുറികളാണ് ഗുജറാത്തിനെ 200 കടത്തിയത്. 3ാം ജയത്തോടെ RCB പ്ലേ ഓഫ് പ്രതീക്ഷകൾ നിലനിർത്തി. ബംഗ്ലാദേശിനെതിരായ ആദ്യ 2020 ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. 44 റൺസിനാണ് ഇന്ത്യയുടെ ജയം. 146 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ബംഗ്ലാദേശിന്റെ ഇന്നിംഗ്സ് 8 വിക്കറ്റിന് 101 റൺസിൽ അവസാനിച്ചു. രേണുക സിംഗ് 3ഉം പൂജ വസ്ത്രാക്കർ 2ഉം വിക്കറ്റ് വീഴ്ത്തി. 7 വിക്കറ്റ് നഷ്ടത്തിലാണ് ഇന്ത്യ 145 റൺസ് എടുത്തത്. 36 റൺസ് എടുത്ത യസ്തിക ഭാട്ടിയാണ് ടോപ്പ് സ്കോറർ. അരങ്ങേറ്റ മത്സരം കളിച്ച മലയാളി താരം സജന സജീവൻ 11 റൺസ് എടുത്ത് പുറത്തായി. ജയത്തോടെ 5 മത്സരങ്ങളുടെ പരമ്പരയിൽ ഇന്ത്യ മുന്നിലെത്തി. വാർത്താമഴയുടെ സമയം പൂർത്തിയാവുകയാണ്.